പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നമസ്കാരം. എൻ്റെ പേര് ഗോപകുമാർ. എൻ്റെ സ്ഥലം വെഞ്ഞാറമൂട്. എൻ്റെ മൊബൈൽ നമ്പർ 9496588801. പ്രിയ സഹോദരി സഹോദരന്മാരെ, കോവിഡ് ഭൂതി മൂലം വീട്ടിനുള്ളിലിരിക്കുന്ന നിങ്ങൾക്ക് ബോറടി തോന്നുമ്പോൾ നിങ്ങൾക്ക് സ്വന്തമായി ഒരു ചെറിയ കൃഷിസ്ഥലമോ പൂന്തോട്ടമോ ഉണ്ടെങ്കിൽ ഈ പൂന്തോട്ടത്തെ നനയ്ക്കാൻ പറ്റുന്ന ഒരു സംവിധാനമാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. ഒരു പക്ഷേ നിങ്ങൾക്ക് ഇത് പരിചിതമായിരിക്കാം, ആരെങ്കിലും ഉപയോഗിക്കുന്നത് കണ്ടിരിക്കാം. എങ്കിലും ഞാൻ ഈ ശ്രമം നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ്. എൻ്റെ മുന്നിലിരിക്കുന്നത് ഏകദേശം 1 മീറ്ററോളം നീളമുള്ള ഒരു PVC പൈപ്പിൻ്റെ തുണ്ടാണ്. ഇത് കൂടാതെ ഈ PVC പൈപ്പിൻ്റെ അറ്റം അടയ്ക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ക്യാപ്പാണ്, PVCയുടെ ക്യാപ്പ്. കൂടാതെ നമ്മൾ എടുത്ത PVC പൈപ്പിൽ നിന്നും കുറച്ചുകൂടി നീളമുള്ള ഒരു ഉരുളൻ കമ്പാണ് ഈ കാണുന്നത്. പിന്നെ ഒരു ബക്കറ്റ് വെള്ളവും ചെറിയ തുണിയുടെ പീസുമാണ് ഇരിക്കുന്നത്. ഇനി ഈ വെള്ളം സ്പ്രേ ചെയ്യാനുള്ള ഈ സംവിധാനം എങ്ങനെ നിർമ്മിക്കുന്നു എന്ന് മനസ്സിലാക്കാം. ആദ്യമായി ഈ PVC ക്യാപ്പ് എടുക്കുക. ഈ ക്യാപ്പിൽ ആണിയോ കൂർത്ത അഗ്രമുള്ള ഏതെങ്കിലും ഇരുമ്പ് കഷ്ണമോ ചൂടാക്കിക്കൊണ്ട് ഈ ക്യാപ്പിൽ ഹോൾ ഇടുക. 5 6 ഇതിൻ്റെ വ്യാസം നിങ്ങൾ ഉദ്ദേശിക്കുന്നതനുസരിച്ച് ഇടാവുന്നതാണ്. ഈ PVC പൈപ്പിൻ്റെ അഗ്രത്ത് ഈ ക്യാപ്പ് കൊണ്ട് അടയ്ക്കുക. നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ വെള്ളം പമ്പ് ചെയ്യുന്ന സമയത്ത് ഇത് ഗ്ലൂ ഇട്ട് ഒട്ടിച്ചില്ല എങ്കിൽ ഇത് ഫോഴ്സ് കൊണ്ട് ഇത് തെറിച്ചു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഗ്ലൂ കൊണ്ട് ഒട്ടിക്കാൻ നോക്കുക. അടുത്തതായിട്ട് ഈ ഉരുളൻ തടി എടുത്തിരിക്കുകയാണ്. ഈ തടി ഉദ്ദേശിക്കുന്നത് ചിലപ്പോൾ നമ്മൾ റൂമൊക്കെ ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ആ മെറ്റീരിയലാണ്. അപ്പോൾ ഈ തടിയുടെ അറ്റത്ത് തുണി കൊണ്ട് നമ്മൾ പൊതിയുക. ഇത് അല്പം തുണി കൊണ്ട് പൊതിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അഗ്രത്ത് ഈ മെത്തേഡിൽ ഏകദേശം ഒരു 10 സെൻറ്റിമീറ്ററോളം നീട്ടത്തിൽ തുണി കൊണ്ട് നമ്മൾ പൊതിയുക. തുണി കൊണ്ട് പൊതിയുന്ന വിധമാണ് കാണിച്ചിരിക്കുന്നത്. അതിനുശേഷം ഈ തുണിയെ അല്പം നനച്ചു കൊടുക്കുമ്പോൾ ഇതിന് ഒരു ലൂബ്രിക്കൻസ് കിട്ടുന്നതുമാണ്. ഇത് ഗ്ലൂ കൊണ്ട് ഒട്ടിച്ചിട്ടുള്ള ഒരു പൈപ്പ് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഗ്ലൂ കൊണ്ട് ഒട്ടിച്ചിരിക്കുകയാണ് ഈ പൈപ്പിൻ്റെ അഗ്രം. അതിനുശേഷം ഈ തുണി കൊണ്ട് ചുറ്റിയ ഈ കമ്പ് PVC പൈപ്പിൻ്റെ അകത്തേക്ക് കയറ്റുക. അകത്തേക്ക് കയറ്റിയിരിക്കുന്നു. വെള്ളം നനച്ചു കൊടുത്തതുകൊണ്ട് അതിനല്പം ലൂബ്രിക്കൻസ് കിട്ടുന്നുണ്ട്. ബക്കറ്റിൽ വെള്ളം നമ്മൾ ബേക്കിലോട്ട് വലിച്ചെടുക്കുക. ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് നമ്മൾ പമ്പ് ചെയ്യുക. വളരെ ദൂരത്തേക്ക് തന്നെ ഇത് സ്പ്രേ ചെയ്ത് നമുക്ക് അടിച്ചു കൊടുക്കാവുന്നതാണ്. വെറ്റിലക്കൊടി, കുരുമുളക് വള്ളി, അങ്ങനെ
എല്ലാ മേഖലയിലേക്കും ഇത് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇതാണ് ഇതിൻ്റെ പ്രവർത്തനത്തിൽ. നമസ്കാരം.